നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ഇന്ന് 4 കളികളാണ്. അതായത് വേൾഡ് കപ്പ് ടോപ്പ് ഗിയറിലേക്ക് മാറുന്നു. ഇനി അങ്ങോട്ട് പൊടിപൂരമാണ്. ഇതിപ്പോൾ ഗ്രൂപ്പ് ബിയിൽ ഒരു കളിയുണ്ട്, ഗ്രൂപ്പ് ഡിയിൽ ഒരു കളിയുണ്ട്, ഗ്രൂപ്പ് സിയിൽ 2 കളികളുണ്ട്. ഇന്നെന്ന് പറയുമ്പോൾ നമുക്ക് പല കളികളും നാളെ പുലർച്ചെയും രാവിലെയും ഒക്കെയാണ്. അത് ടൈം സോൺ ഡിഫറൻസ് കാരണമാണ്. പക്ഷേ US സമയം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസമാണ് കളികൾ. അവിടെ ഇന്ന് രാത്രിയിലാണ് ഈ കളികൾ നടക്കുന്നത്, ജൂൺ 13-ന്. നമുക്ക് പക്ഷേ കളികളൊക്കെ ജൂൺ 14-ന് പുലർച്ചെയും രാവിലെയുമായിട്ടാണ്. ഗ്രൂപ്പ് ബിയിൽ ഇന്ന് ഖത്തർ കളിക്കാൻ ഇറങ്ങുന്നുണ്ട്. എതിരാളികൾ സ്വിറ്റ്സർലൻഡാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഖത്തറിൽ മലയാളി പയ്യൻ തഹസിൻ മുഹമ്മദ് കളിക്കുന്നുണ്ട്. അവൻ പ്ലേയിങ് ലെവലിൽ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അതേസമയം സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ പയ്യൻ ഇറങ്ങിയേക്കും. സ്വിറ്റ്സർലൻഡ് എന്തായാലും മികച്ച ടീമും കൊണ്ടാണ് വരുന്നത്. ഏഷ്യൻ ടീമായ ഖത്തറിന് എത്രത്തോളം അവർക്കെതിരെ പോരാടി നിൽക്കാൻ പറ്റും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. ഇന്ന് രാത്രിയാണ് മത്സരം, അതായത് പുലർച്ചെ 12:30-ന്. അടുത്ത കളിയാണ് ഒരു പക്ഷേ ഇന്നത്തെ ഏറ്റവും ഗ്ലാമറസ് പോരാട്ടം എന്ന് പറയുന്നത്. ന്യൂജേഴ്സിയിൽ ഇന്ന് രാത്രി നടക്കുന്ന കളി, നമുക്ക് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 3:30-ന് നടക്കുന്ന കളി. ഗ്രൂപ്പ് സിയിലെ ഡിസിസീവായിട്ടുള്ള പോരാട്ടം. 5 തവണ ലോകം കീഴടക്കിയ ബ്രസീൽ കളിക്കാനിറങ്ങുന്നു. എതിരാളികൾ ആഫ്രിക്കൻ ചാമ്പ്യന്മാരായിട്ടുള്ള മൊറോക്കോയാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ അടക്കം കളിച്ച കിടലൻ ടീമുമായിട്ട് വരുന്ന മൊറോക്കോ ബ്രസീലിന് ഉയർത്താൻ പോകുന്നത് ഒരു കടുത്ത വെല്ലുവിളിയാണ്. ഈ മത്സരം വിജയിക്കുന്നവർ മിക്കവാറും ഗ്രൂപ്പിലെ ചാമ്പ്യന്മാരായിട്ട് മുന്നോട്ട് കടക്കും. അതുകൊണ്ട് തന്നെ നിർണായകമായിട്ടുള്ള പോരാട്ടമാണ്. ആ കളി ഒരു 5:30 ആകുമ്പോൾ കഴിയും, പുലർച്ചെ 5:30 ആകുമ്പോൾ കഴിയും. അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഗ്രൂപ്പ് സിയിലെ അടുത്ത പോരാട്ടം നമുക്ക് കാണാൻ പറ്റും. ഹെയ്റ്റി, 1970-കൾക്ക് ശേഷം ആദ്യമായിട്ട് വേൾഡ് കപ്പ് കളിക്കാൻ വരുന്ന ഹെയ്റ്റി സ്കോട്ട്ലൻഡുമായിട്ട് കളിക്കുന്നു. 1998-ന് ശേഷം ആദ്യമായിട്ടാണ് സ്കോട്ട്ലൻഡ് വേൾഡ് കപ്പിന് എത്തുന്നത്. അപ്പോൾ 2 ടീമുകളുടെയും വേൾഡ് കപ്പിലേക്കുള്ളൊരു മടങ്ങി വരവാണ്. ആര് ജയിക്കും എന്നുള്ളതാണ് ചോദ്യം. അതാ ഇനി സമനിലയിൽ കുരുങ്ങുമോ? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. കളി നടക്കുന്നത് നാളെ രാവിലെ ഇന്ത്യൻ സമയം 6:30-നാണ്. അത് കഴിഞ്ഞിട്ട് നാളെ രാവിലെ 9:30-ന് ഒരു കളി കൂടിയുണ്ട്. AFCയിൽ നിന്നുള്ള ടീമായ ഓസ്ട്രേലിയ ഇത്തവണ മികച്ച ടീമും കൊണ്ട് തന്നെ വരുന്നു. നേരിടാൻ പോകുന്നത് തുർക്കിയെ ആണ്. തുർക്കിയെ നമുക്കറിയാം ശക്തമായിട്ടുള്ള ടീമാണ് ഇത്തവണ. അർദ ഗ്യൂളർ യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ഏറ്റവും മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം നേടിയ റയൽ മാഡ്രിഡിൻ്റെ മിന്നും താരം അർദ ഗ്യൂളർ അടങ്ങുന്ന തുർക്കിയെ അവർ കരുത്തരാണ്. മികച്ചൊരു പോരാട്ടം ഓസ്ട്രേലിയക്കെതിരെ അവർ നടത്തും എന്ന് തന്നെ വേണം കരുതാൻ. ഈ 4 കളികൾ ഇന്ന് നടക്കുന്നു. അതായത് വേൾഡ് കപ്പ് ഇന്ന് മുതൽ ടോപ്പ് ഗിയറിൽ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.